ഹായ് ഗായ്സ്, ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ചിക്കൻ കറി ഉണ്ടാക്കിയാലോ. ഇത് ചപ്പാത്തിക്കും അപ്പത്തിനും നെയ്ച്ചോറിനും പിന്നെ നമ്മുടെ ദേശീയ ഭക്ഷണമായ പൊറോട്ടയ്ക്കുമൊപ്പം നല്ല കോമ്പിനേഷൻ ആണ്. എന്നാ പിന്നെ എങ്ങനെയാ ഉണ്ടാക്കുന്നത് നോക്കിക്കളയാം. എന്താ, ആദ്യം തന്നെ ഒരു മൺചട്ടി എടുത്ത് അടുപ്പത്ത് വെക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നമ്മളുടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുക് മണികൾ ഇട്ട് കൊടുക്കണം. പൊട്ടിട്ടങ്ങനെ പൊട്ടട്ടെ. കടുകൊക്കെ അങ്ങനെ പൊട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. 2 തണ്ട് കറിവേപ്പില ഇടണം കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് ഇളക്കി കൊടുക്കാം. നന്നായി ഇളക്കണേ. കനം കുറച്ച് നീളത്തിലരിഞ്ഞ 3 വലിയ സവാള കൂടി ഇട്ട് കൊടുത്ത് ഇളക്കി കൊടുക്കുക. സവാള നന്നായി വഴണ്ട് കളറൊക്കെ ഒന്ന് മാറി വരുമ്പോൾ അതിലേക്ക് 3/4 കിലോ ചിക്കൻ ഇട്ട് കൊടുക്കണം. ചിക്കനോടൊപ്പം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 3 വലിയ പച്ചമുളക് അരിഞ്ഞത് എന്നിവ ചേർത്ത് ഇളക്കി കൊടുക്കണം. മഞ്ഞൾപ്പൊടിയുടെ കുത്തലൊക്കെ മാറിയാൽ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എന്നിവ ചേർത്ത് കൊടുക്കണം. എരിവിനനുസരിച്ച് ഇവ കൂടുകയോ കുറയുകയോ ആവാം. ഇതിനോടൊപ്പം തന്നെ 1 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ ജീരകപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് എന്നിവ ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കണം. പൊടികളെല്ലാം ഇട്ട ശേഷം നന്നായി ഇളക്കി കൊടുക്കണം. ഇട്ട പൊടികളുടെ എല്ലാ പച്ചമണവും മാറിയ ശേഷം അതിലേക്ക് ഒരു വലിയ തക്കാളിക്ക കുരുകുരേ അരിഞ്ഞു ചേർക്കണം. ഇനി നന്നായി ഇളക്കി കൊടുക്കണം. തക്കാളി ഒന്ന് വഴണ്ടു വന്ന ശേഷം അതിലേക്ക് ചിക്കൻ വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് അടച്ചു വെച്ച് വേവിക്കാം. പിന്നെ ഉപ്പ് ചെല്ലുമ്പോൾ ചിക്കനിൽ നിന്നും വെള്ളമൂറും. അതുകൂടി മനസ്സിൽ കണക്ക് കൂട്ടി വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. ചിക്കൻ എല്ലാം ഒന്ന് നന്നായി വെന്ത ശേഷം അടുപ്പിൽ നിന്നും ചട്ടി വാങ്ങി വെക്കാം. ഇനി ഒരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്തുകളും 1 തണ്ട് കറിവേപ്പിലയും ഇട്ട് ഇളക്കി കൊടുക്കാം. വട്ടത്തിലരിഞ്ഞ കൊച്ചുള്ളി കൂടി ചേർത്ത് മൂപ്പിച്ചെടുക്കാം. കൊച്ചുള്ളിയുടെ നിറം ഒരു ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ അതിലേക്ക് 1/4 ടീസ്പൂൺ ഗരം മസാല കൂടി ഇട്ട് ഇളക്കി കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു സ്റ്റെപ്പ് തികച്ചും ഓപ്ഷണൽ ആണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇങ്ങനെ ചെയ്തു നോക്കൂ. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക സ്വാദാണ്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി വിതറി ഇളക്കിയാൽ നമ്മളുടെ കറി റെഡി. ഇങ്ങനെ നിങ്ങൾ ഉണ്ടാക്കി നോക്കില്ലേ? ഉണ്ടാക്കി നോക്കിയ ശേഷം അഭിപ്രായം കമന്റ്സിൽ രേഖപ്പെടുത്തൂ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും സന്ധിക്കും വരെ ബൈ.